ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ആഴ്സണലിൻ്റെ ഈ പ്രീമിയർ ലീഗ് സീസണിലെ ടൈറ്റിൽ റേസിനെ കുറിച്ചാണ്. അവരുടെ ടൈറ്റിൽ റേസ് അവസാനിച്ചോ, ഡു ദേ സ്റ്റിൽ ഹാവ് എനി ഗ്രിപ്പ് ഓൺ ഇറ്റ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യമേ തന്നെ ആഴ്സണലിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ ഒന്ന് പറഞ്ഞു പോകട്ടെ. പ്രീമിയർ ലീഗ് ടേബിളിൽ 11 മത്സരങ്ങൾ കഴിയുമ്പോൾ 4-ാമതാണ് അവർ നിൽക്കുന്നത്. സോ ആദ്യമേ തന്നെ ടോപ്പിൽ ലിവർപൂൾ ഉണ്ട് വിത്ത് 28 പോയിൻറ്റ്സ്. സെക്കൻഡ് മാഞ്ചസ്റ്റർ സിറ്റി വിത്ത് 23 പോയിൻറ്റ്സ്. തേർഡ് നിൽക്കുന്ന ചെൽസിക്കും ആഴ്സണലിനും 19 പോയിന്റ് തന്നെയാണ്. പക്ഷേ ഗോൾ ഡിഫറൻസിൻ്റെ വേരിയേഷനിൽ ചെൽസിയാണ് തേർഡ്, ആഴ്സണൽ ഫോർത്തുമാണ്. ഈ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ ഇതുവരെ ആഴ്സണലിൻ്റെ ഈ ഒരു തളർച്ചയ്ക്ക് ഒരു മേജർ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറായിട്ട് നിന്നത് ഇഞ്ചുറീസ് തന്നെയായിരുന്നു. എസ്പെഷ്യലി അവരുടെ ക്യാപ്റ്റനായ മാർട്ടിൻ ഒഡെഗാർഡിൻ്റെ ഇഞ്ചുറി. ഓഗസ്റ്റിൽ ഇന്റർനാഷണൽ ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് ഇഞ്ചേർഡായ ഇദ്ദേഹം തിരിച്ചു വന്നത് നവംബറിൽ ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ് ലണ്ടൻ ഡെർബിയിൽ ചെൽസിക്കെതിരെയുള്ള മത്സരത്തിലാണ് ഇദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തിയത് പ്രീമിയർ ലീഗിലേക്ക്. സോ ഈ ഒരു ഗ്യാപ്പിലാണ് ആഴ്സണൽ കൂടുതൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തത്. അതേപോലെ തന്നെ അവർക്കൊരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഒക്കെ അനുഭവപ്പെട്ടത് ഈ ഒരു ഗ്യാപ്പിലാണ്, എസ്പെഷ്യലി ത്രൂ ദ മിഡിൽ. സോ ആഴ്സണലിൻ്റെ ഈ റീസെൻറ്റ് റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 പ്രീമിയർ ലീഗ് മത്സരങ്ങളിലും ഒരു വിജയം പോലും അവർക്കില്ല. ലാസ്റ്റ് ആഴ്സണൽ പ്രീമിയർ ലീഗിൽ വിജയം കണ്ടെത്തിയത് ഒക്ടോബർ ആദ്യം സൗത്താംപ്ടനെതിരെയാണ്. അതിനുശേഷം ബേൺമൗത്തിനെതിരെ അവർക്ക് സീസണിലെ ആദ്യത്തെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിനുശേഷം ലിവർപൂളിനെതിരെ ഹോം മാച്ചിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ഒരു ഡ്രോയാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിനുശേഷം ന്യൂകാസിലിനെതിരെ 1-0 ഒരു തോൽവി. അതിനുശേഷം ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ ലണ്ടൻ ഡെർബിയിൽ ചെൽസിക്കെതിരെ 1-1 ഒരു ഡ്രോ. അങ്ങനെ കഴിഞ്ഞ 4 പ്രീമിയർ ലീഗ് മത്സരങ്ങളും വിജയം കണ്ടെത്താൻ ആഴ്സണലിന് കഴിഞ്ഞിട്ടില്ല. സോ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞ് പ്രീമിയർ ലീഗ് സീസൺ സ്റ്റാർട്ട് ചെയ്ത ആഴ്സണലിന് കാര്യങ്ങൾ അത്ര നല്ല അവസ്ഥയിലല്ല ഇപ്പോൾ. പ്രീമിയർ ലീഗിൽ ആദ്യത്തെ 11 മത്സരങ്ങൾക്ക് ശേഷം ടോപ്പിൽ നിൽക്കുന്ന ടീമുമായിട്ട് 9 പോയിന്റോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോയിന്റ്സോ ഡിഫറൻസ് ഉള്ളൊരു ടീം ആ ഒരു സീസണിൽ പ്രീമിയർ ലീഗ് ടൈറ്റിൽ വിജയിച്ച ഒരു സംഭവം പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഇതുവരെ ഇല്ല. സോ ഹിസ്റ്ററി ഈസ് അഗെയിൻസ്റ്റ് ആഴ്സണൽ. അതേപോലെ എടുത്തു പറയേണ്ടതാണ് ലിവർപൂളിൻ്റെ ഡ്രീം റൺ എന്ന് പറയുന്നത്. ഒരു ഔട്ട് ഓഫ് ദി സിലബസ് റൺ എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. കാരണം കഴിഞ്ഞ സീസണിൽ യൂർഗൻ ക്ലോപ്പ് ലിവർപൂളിൽ നിന്ന് പടിയിറങ്ങിയതും പകരക്കാരനായിട്ട് ആർനെ സ്ലോട്ടും വന്നൊരു സാഹചര്യത്തിൽ ലിവർപൂളിനെ ഒരു പുതിയ കോച്ചിൻ്റെ അണ്ടറിൽ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആയിട്ട് അധികം ആരും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ ഈ എക്സ്പെക്റ്റേഷനും അല്ലെങ്കിൽ ഈ ഒരു വിലയിരുത്തലിനും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളൊരു പടയോട്ടമാണ് ലിവർപൂൾ ഇതുവരെ പ്രീമിയർ ലീഗിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഫാർ സോ ഗുഡ് എന്നുള്ളതാണ് അവരുടെ കണ്ടീഷൻ. അതേപോലെ സിറ്റിക്ക് ഇഞ്ചുറി കൺസേൺസ് വരികയും അവർ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തത് ലിവർപൂളിന് വളരെ ഹെൽപ്ഫുള്ളായി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ലീഡ് ഉയർത്തുന്നത്. സോ ലിവർപൂളായിട്ട് ഇപ്പോൾ ഓൾറെഡി 9 പോയിന്റിൻ്റെ വേരിയേഷൻ ഉണ്ട് ആഴ്സണലിന് 11 മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ. പ്രീമിയർ ലീഗിൽ ഈ 9 പോയിന്റിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് തന്നെയാണത്. സോ ദ ഓഡ്സ് ആർ സ്റ്റാക്ഡ് അഗെയിൻസ്റ്റ് ആഴ്സണൽ. ഇനി ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് തുടങ്ങി 11 മത്സരമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. പോയിന്റ്സിൻ്റെ കാര്യത്തിൽ പോയിന്റ് ടേബിളിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അതേപോലെ എടുത്തു പറഞ്ഞ മിഡ് ടേബിൾ ടീംസിൻ്റെ പെർഫോമൻസ് ഇത്തവണ വളരെ ക്രൂഷ്യലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം സജ്ജമായിട്ട് തന്നെയാണ് മിഡ് ടേബിൾ ടീംസ് നിൽക്കുന്നത്. ടോപ്പ് ടേബിൾ ടീംസിൻ്റെ കയ്യിൽ നിന്ന് പോയിന്റ്സ് തട്ടിപ്പറിക്കാനുള്ള സാധ്യതകളൊക്കെ നന്നായി കാണുന്നുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സിറ്റിയും ആഴ്സണലും എല്ലാം ഓൾറെഡി ഇഞ്ചുറി കൺസേൺസ് കാരണമുള്ള ഒരു പെർഫോമൻസ് ഡ്രോപ്പ് എല്ലാം ഫേസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ഇപ്പോൾ ഈ ഒരു ചെറിയ ഷോർട്ട് സ്പാനിൽ തന്നെ പ്രീമിയർ ലീഗിൽ. ലിവർപൂൾ ഇഞ്ചുറി കൺസേൺസ് ഉണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെ. പക്ഷെ അവരുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ റിസൾട്ട്സിനെ താഴേക്ക് വലിക്കുന്ന രീതിയിലുള്ള ഇഞ്ചുറി സിനാരിയോസ് അവർക്ക് ഇപ്പോഴും എഫക്റ്റ് സംഭവിച്ചിട്ടില്ല. മേ ബി അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നെങ്കിലും അവരൊന്ന് മാനേജ് ചെയ്ത് പോയിട്ടുണ്ട് ഇതുവരെ. പക്ഷേ ഇൻ ദ ലോങ് റൺ എന്തായാലും നമുക്കറിയാം ഷെഡ്യൂൾസ് എല്ലാം വളരെ സ്റ്റാക്ഡ് ആണ്. കൂടുതൽ മാച്ചസ് പ്ലേയേഴ്സിന് കളിക്കുന്നത് റെസ്റ്റ് ഇല്ലാണ്ട് കളിക്കേണ്ടി വരുന്നുണ്ട്. സോ ഇഞ്ചുറി കൺസേൺസ് എല്ലാം ഏത് ടോപ്പ് ടീംസിന് വേണമെങ്കിലും സംഭവിക്കും. ഓൾറെഡി എല്ലാ ലീഗിലും നമ്മളത് കാണുന്നതാണ്. സോ ലിവർപൂളിന് മേ ബി ഇൻ ദ ലോങ് റൺ അത് സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിൽ ഒരു ഡിപ്പ് സംഭവിച്ചേക്കാം. സോ അതുപോലെ തന്നെ ആഴ്സണലിന് ഇനി സിറ്റി ആയിട്ടും ലിവർപൂളായിട്ടും മത്സരമുണ്ട്. സിറ്റി വേഴ്സസ് ലിവർപൂൾ മാച്ച് 2 വരാനുണ്ട് പ്രീമിയർ ലീഗിൽ. സോ ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനുള്ള അവസരം അല്ലെങ്കിൽ ടൈമൊക്കെ ആഴ്സണലിന് സ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. സോ ആഴ്സണലിന് ഇപ്പോഴേ ടൈറ്റിൽ റേസിൽ നിന്ന് എഴുതി തള്ളാൻ കഴിയില്ല. അതേപോലെ ലിവർപൂളിന് ഇപ്പോഴേ ടൈറ്റിൽ ഫേവറേറ്റ്സ് ആയിട്ട് എഴുതി ചേർക്കാനും പറ്റത്തില്ല. കാരണം പ്രീമിയർ ലീഗിൽ തുടക്കത്തിലുള്ള ടേബിൾ ആയിരിക്കില്ല അവസാനം ഒരു ഏപ്രിലൊക്കെ എത്തുമ്പോഴേക്കും ടേബിളിൻ്റെ സ്വഭാവം തന്നെ മാറിയേക്കാം. സോ സ്റ്റിൽ ആഴ്സണലിൻ്റെ ടൈറ്റിൽ റേസ് പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല. ആഴ്സണൽ ഇത്തിരി പിറകിലാണ് ടൈറ്റിൽ റേസിൽ, ബട്ട് സ്റ്റിൽ ദേ ആർ ഓൺ ഇറ്റ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
ഈ ഒരു സീസണിൽ ആഴ്സണലിന്റെ ഇനിയുള്ള ടൈറ്റിൽ റേസിനെ അഫക്ട് ചെയ്തേക്കാവുന്ന 5 മേജർ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്പർ 1, ഡിഫെൻസീവ് ഡിസിപ്ലിൻ. കഴിഞ്ഞ സീസണിൽ ഗബ്രിയേലിന്റെ സാലിബയുടെ നേതൃത്വത്തിലുള്ള ബാക്ക് ഫോർ അത്യാവശ്യം നല്ല അപ്ലോഡ്സ് എല്ലാം നേടിയൊരു സംഗതി തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു ഫോം ഈ ഒരു സീസണിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഴ്സണൽ ബാക്ക് ലൈൻ ഇച്ചിരി ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അഫ്കോഴ്സ് ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. റൈറ്റ് ബാക്കിൽ ബെൻ വൈറ്റിന് ഇഞ്ചുറി കൺസേൺ ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ ഓൾറെഡി ചെറിയൊരു പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഔട്ടാണ്. സോ ഈ 24 കഴിയുന്നവരെ അദ്ദേഹം ഇനി തിരിച്ച് വരില്ല എന്നാണ് കേൾക്കുന്നത്. അതേപോലെ ലെഫ്റ്റ് ബാക്കിൽ നോക്കുകയാണെങ്കിൽ കലഫിയോർ കുറച്ചാളുടെ ഇഞ്ചേർഡ് ആണ്. അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത് തിരിച്ചു വരുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ എന്നാലും ജൂലിയൻ ടീമർ ആ ഏരിയ അത്യാവശ്യം ബെറ്റർ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ സിഞ്ചക്കോയ്ക്കും ഇഞ്ചുറി കൺസേൺസ് ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഇഞ്ചുറി കൺസേൺസ് എല്ലാം കഴിഞ്ഞ് പ്ലേയേഴ്സ് തിരിച്ചു വരുമ്പോൾ ആഴ്സണൽ ഡോമിനന്റ് ഫോർ അല്ലെങ്കിൽ ആ ബാക്ക് ലൈൻ ഡോമിനന്റ് ആ ഫോമിലേക്ക് തിരിച്ചു വരേണ്ടത് ആഴ്സണലിന് ഈ ഒരു റണ്ണിൽ വളരെ ക്രൂഷ്യലായിട്ടൊരു കാര്യം തന്നെയാണ്. നമ്പർ 2 എന്ന് പറയുന്നത് ആഴ്സണൽ നീഡ് എ സ്ട്രൈക്കർ. കായ് ഹാവർട്സ് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അത്യാവശ്യം നന്നായിട്ട് അദ്ദേഹം കളിക്കുന്നുമുണ്ട്, ട്രൂ ആണ്. പക്ഷെ അദ്ദേഹം ഒരു സ്ട്രൈക്കർ അല്ല. ഒരു ഡീസന്റ് നമ്പർ 9, പ്യൂർ നമ്പർ 9 സ്ട്രൈക്കറിന്റെ അഭാവം ആഴ്സണലിന് അറ്റാക്കിംഗ് ബോക്സിൽ എതിർ ഓപ്പോസിഷൻ ബോക്സിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. ഇപ്പൊ ഈ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള മത്സരങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പീരീഡ് നോക്കുകയാണെങ്കിൽ ഗോളുകൾ അധികം വഴങ്ങിയല്ല ആഴ്സണൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് ഗോളുകൾ അടിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയാണ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഒരു പ്രോപ്പർ നമ്പർ 9 പ്ലെയറിന്റെ അഭാവം ആഴ്സണലിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതേപോലെ ഇനിയിപ്പോൾ നല്ലൊരു ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കർ എടുക്കാനാണെങ്കിൽ മേ ബി സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ബട്ട് സ്റ്റിൽ ഈ ഒരു സീസണിൽ ഒരു ടൈറ്റിൽ റേസ് അല്ലെങ്കിൽ ടൈറ്റിൽ റൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ജെനുവിൻ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ലോൺ സൈനിങ് ആയിട്ടെങ്കിലും ഒരു സ്ട്രൈക്കറെ ടീമിലേക്ക് എത്തിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ആ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് വേറെ പ്ലേയേഴ്സിനെ കണ്ടെത്തണം സ്ക്വാഡിൽ നിന്ന് തന്നെ. അത് വളരെ ആഴ്സണലിന് ലാസ്റ്റ് ടൈറ്റിൽ റേസിന്റെ അവസാനമൊക്കെ എത്തുമ്പോൾ മേ ബി ആഴ്സണലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ മൂന്നാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ മിക്കേൽ മെറീനോ. ഒഡഗാർഡ് പോയ സമയത്ത് ആസ് എ സ്റ്റാർട്ടർ എല്ലാം മിക്കേൽ മെറീനോ അത്ര ഡേഞ്ചറസ് ആയിട്ട് ഞാൻ ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ലണ്ടൻ ഡെർബിയിൽ വിത്ത് ഒഡഗാർഡ് ഇൻ ദ ടീം മിക്കേൽ മെറീനോന്റെ ഒരു പെർഫോമൻസ് അത് വളരെയധികം എടുത്തു പറയേണ്ടത്. ടൈറ്റ് സ്പേസസിൽ ബോൾ കൺട്രോൾ ചെയ്യുകയും ടേൺ ചെയ്യുകയും പ്രോഗ്രസ് എല്ലാം ചെയ്യുന്ന രീതി, ആ മിക്കേൽ ആർട്ടറ്റ ആ ഒരു ഗെയിമിൽ മിക്കേൽ മെറീനോനെ യൂസ് ചെയ്ത രീതി വളരെ എഫക്റ്റീവ് ആയിരുന്നു. മേ ബി മിക്കേൽ മെറീനോനെ യൂസ് ചെയ്യേണ്ട ബെസ്റ്റ് വേ അത് തന്നെയായിരിക്കും ആഴ്സണൽ ടീമിൽ ഇപ്പോൾ. സോ ഇൻ ദ ലോങ് റൺ മേ ബി ഒരു സൂപ്പർ സബ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരിക്കും മിക്കേൽ മെറീനോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എസ്പെഷ്യലി അഗൈൻസ്റ്റ് ബിഗ് ടീംസ്. കാരണം സെക്കൻഡ് ഹാഫിന്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും മത്സരം കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് നല്ല രീതിയിൽ, ഇപ്പോൾ ചെൽസിക്ക് എതിരുള്ള മത്സരത്തിലൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞായിരുന്നു. സോ ആ ഒരു ഫാക്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ ആഴ്സണൽ ഇനി യൂസ് ചെയ്യും, ഈ സീസണിൽ യൂസ് ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. ആൻഡ് നമ്പർ 4, മിക്കേൽ ആർട്ടറ്റ ഹാസ് ടു ട്രസ്റ്റ് ദ യങ്സ്റ്റേഴ്സ് മോർ. ഈതൻ ന്വാനറി, ലൂയിസ് കെല്ലി പോലുള്ള പ്ലേയേഴ്സിനെല്ലാം മിക്കേൽ ആർട്ടറ്റ കുറച്ചും കൂടി വിശ്വാസം കാണിക്കണം ഈ പ്ലേയേഴ്സ്. കാരണം മേ ബി ഇൻ ദ ലോങ് റൺ ആഴ്സണലിൻ്റെ സ്ക്വാഡിനൊരു എന്താ പറയുക, തളർന്നു വീഴുന്ന ആഴ്സണൽ സ്ക്വാഡിനൊരു കൈത്താങ്ങാവാൻ പോകുന്ന ഈ യങ് പ്ലേയേഴ്സ് ആയിരിക്കും. പക്ഷെ അത് ആ സമയത്ത് അവരെ ഒരു എമർജൻസി പ്ലെയറിനെ പോലെ ഇറക്കാതെ ഓൾറെഡി അവർക്ക് എക്സ്പോഷർ കൊടുത്ത് വെക്കുകയാണെങ്കിൽ മേ ബി അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ന്യൂനറി എല്ലാം അത്യാവശ്യം പെർഫോമൻസ് എല്ലാം കിട്ടിയ സമയത്ത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ അദ്ദേഹം കാഴ്ചവെച്ചായിരുന്നു. സോ ആർട്ടറ്റ കുറച്ചും കൂടി അവരിൽ വിശ്വാസം അർപ്പിക്കേണ്ടതുണ്ട്. കാരണം അവസാനം ഒരു കൈത്താങ്ങായിട്ട് വരുന്നത് ഈ യങ് പ്ലേയേഴ്സ് ആയിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് പറഞ്ഞ പോലെ എക്സ്പോഷർ ഇല്ലെങ്കിൽ മേ ബി അവർക്കും അവരുടെ ബെസ്റ്റ് പുറത്തെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സോ ആർട്ടറ്റ ഹാസ് ടു ട്രസ്റ്റ് ദ യങ്സ്റ്റേഴ്സ് മച്ച് മോർ, ലിറ്റിൽ ബിറ്റ് മോർ അറ്റ്ലീസ്റ്റ്. നൗ ഇനി ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ മെന്റാലിറ്റിയാണ്. കഴിഞ്ഞൊരു സീസൺ ഓർമ്മയുള്ളവർക്കറിയാം, ആഴ്സണൽ ആസ്റ്റൺ വില്ലയായിട്ട് ഹോമിൽ തോറ്റതാണ് ആഴ്സണലിന്റെ ടൈറ്റിൽ മോഹങ്ങൾക്ക് വിനയായത് എന്നുള്ളത് മിക്ക ഫാൻസും ഓർക്കുന്നൊരു കാര്യമായിരിക്കും. സോ ആ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ കുറവാണ് അവിടെ. ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി, പല റൈവൽ ഫാൻസും പണ്ഡിറ്റ്സും എല്ലാം ആഴ്സണലിന്റെ മെന്റാലിറ്റിയെ കളിയാക്കി പറയുന്ന ഒരു കാര്യമാണത്. ആഴ്സണൽ ഡസൻ ഹാവ് ദ ചാമ്പ്യൻസ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. ശരിയാണ്, നമ്മൾ ഇഫ് യു വാണ്ട് ടു ബിക്കം ദ ചാമ്പ്യൻസ് ദെൻ യു ഷുഡ് ഹാവ് ദ ചാമ്പ്യൻസ് മെന്റാലിറ്റി. ആ ഒരു എന്താ പറയുക, ടൈറ്റ് സ്പേസ് അല്ലെങ്കിൽ ടൈറ്റ് സിറ്റുവേഷൻസിൽ ക്രംബിൾ ആവാതെ ആ ഒരു സിറ്റുവേഷൻ ഹോൾഡ് ചെയ്ത് കളിക്കാനുള്ള ആ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി ആഴ്സണൽ പ്ലേയേഴ്സ് ഈ ഒരു സീസണിലെങ്കിലും ആവാഹിച്ചെടുക്കണം. അല്ലെങ്കിൽ മിക്കേൽ ആർട്ടറ്റ ഹാസ് ടു ഫീഡ് ടു ദം.
ഈ ഒരു സീസണിലും ആ ചാമ്പ്യൻ മെൻറ്റാലിറ്റി കണ്ടെത്താൻ ടീമിന് കഴിഞ്ഞില്ലെങ്കിൽ അറ്റ് ദി എൻഡ് ലോങ് റണ്ണിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർ അഗെയിൻ കഴിഞ്ഞ സീസൺ പോലെ ക്രംബിൾ ചെയ്തേക്കാം. സോ ഇതിപ്പോൾ അടുപ്പിച്ച് 3ാമത്തെ സീസണിലാണ് ആഴ്സണൽ ടൈറ്റിൽ റേസിൽ കൺസിഡർ ചെയ്യുന്നത് തന്നെ. സോ ഇനിയും ആ ഒരു കാര്യത്തിൽ അവർക്കൊരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. ദേ ഹാവ് ടു ഫൈൻഡ് ദ റൈറ്റ് മെൻറ്റാലിറ്റി. ആഴ്സണൽ ടൈറ്റിൽ റേസിൽ നിന്ന് പുറത്തായിട്ടില്ല, ബട്ട് ദേ ആർ അറ്റ് ദി എഡ്ജ് നൗ. സോ ഇനിയും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാണ്ട് മുന്നോട്ട് പോകേണ്ടത് ക്ലബിന് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. കാരണം ഓൾറെഡി ലിവർപൂളായിട്ട് 9 പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇനി ഒരു ഡിഫറൻസ് ഇരട്ട സംഖ്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ടൈറ്റിൽ റേസിൽ നിന്ന് പതുക്കെ ചിലപ്പോൾ ആഴ്സണലിന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. സോ ഇനിയുള്ള കുറേ മത്സരങ്ങൾ ആഴ്സണലിന് വളരെ ക്രൂഷ്യലാണ്, കാരണം ആ ഒരു മൊമെന്റം ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ. അതേപോലെ ഇഞ്ചുറി ക്രൈസിസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലബിൽ മേ ബി ഇനിയും ഇഞ്ചുറി കൺസേൺസ് ഒക്കെ ഉണ്ടായെന്ന് വരാം. സോ പക്ഷേ ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ കിട്ടിയ ഒരു ഇഞ്ചുറി ലെസൺ അല്ലെങ്കിൽ ഇഞ്ചുറി സ്പെഷ്യൽ ക്ലാസ്സിൽ നിന്നും മിക്കൽ ആർട്ടറ്റയും ആഴ്സണലും എല്ലാം പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. സോ ഇനിയൊരു ഇഞ്ചുറി കൺസേൺ സീസണിന്റെ ഇടയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ മിക്കൽ ആർട്ടറ്റയ്ക്കും കൂട്ടർക്കും കഴിയണം. അത് ഈ സീസണിനെ സംബന്ധിച്ചോളം വളരെ ക്രൂഷ്യലായിട്ടൊരു കാര്യം തന്നെയാണ്. അതേപോലെ ഈ ആഴ്സണലിന്റെ സീസണെ കുറിച്ച് പറയുമ്പോൾ റൈവൽ ഫാൻസ് എല്ലാം അത്യാവശ്യം തമാശയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ആഴ്സണലിന്റെ സീസണും ആഴ്സണലും നെറ്റ്ഫ്ലിക്സ് സീരീസും എല്ലാം ഒരുപോലെയാണ്, എല്ലാം നെക്സ്റ്റ് സീസണിലേക്കാണ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 സീസൺ നോക്കുകയാണെങ്കിൽ അത് ഏറെക്കുറെ കറക്റ്റ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. ഈ ഒരു സീസണിന് എങ്ങനെയായിരിക്കും കാവിലെ പാട്ട് മത്സരത്തിൽ കാണാം എന്നുള്ളൊരു അവസ്ഥയായിരിക്കും. അത് ഈ സീസണിൽ തന്നെ ആഴ്സണൽ ഒരു മികച്ചൊരു കംബാക്ക് നടത്തുമോ എന്നുള്ളത് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആഴ്സണലിന്റെ ടൈറ്റിൽ റേസ് ഇവിടെ അവസാനിച്ചോ, അല്ലെങ്കിൽ ദേ സ്റ്റിൽ ഹാവ് എ ചാൻസ് ഒരു കംബാക്ക് നടത്തുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണേ. മറ്റൊരു ഇടിവെട്ട് ന്യൂസ് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നാണ്. പെപ് ഗാർഡിയോള അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ടോപ്പ് മീഡിയ ഔട്ട്ലെറ്റ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. സോ 2025 സമ്മറിൽ അദ്ദേഹത്തിന് കോൺട്രാക്ട് എക്സ്പയർ ചെയ്യാതിരിക്കുക 2026 വരെ കോൺട്രാക്ട് പുതുക്കാനാണ് അദ്ദേഹം നിൽക്കുന്നത്. 1 വർഷം കൂടി അദ്ദേഹം സിറ്റിയിലെ സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ആ കോൺട്രാക്റ്റിൽ പറയുന്നത് പിന്നെയും 1 വർഷം കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് 2027 വരെ. എന്തായാലും സ്പോർട്ടിംഗ് ഡയറക്ടർ ചിക്കി ബെർഗസ്റ്റൈൻ പോകുന്നതിൻ്റെ പുറകെ പെപ് ഗാർഡിയോളയും പോകുമെന്ന് സിറ്റി ഫാൻസിന് നല്ല പേടിയുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബ്രസീലിന്റെ നാഷണൽ ടീം കോച്ചായിട്ട് ഇദ്ദേഹം പെപ് ഗാർഡിയോള സ്ഥാനമേൽക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള ശക്തമായ റൂമേഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ ഇപ്പോൾ സൈഡിലേക്ക് ഒതുക്കി പെപ് ഗാർഡിയോള സിറ്റിയിൽ തന്നെ സ്റ്റേ ചെയ്യുന്നു, സിറ്റിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പുതിയ ന്യൂസ് എന്ന് പറയുന്നത്. സോ സിറ്റി ഫാൻസിനെല്ലാം വളരെ ഹാപ്പി മൂഡായിട്ടുണ്ടാവും. അതേപോലെ പ്രീമിയർ ലീഗ് ഫാനായ ഇപ്പോൾ ഞാനൊരു പ്രീമിയർ ലീഗ് ഫാനായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം ഹാപ്പിയാണ്. കാരണം പെപ് ഗാർഡിയോള പ്രീമിയർ ലീഗിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം, സിറ്റിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. കാരണം ആ ഒരു ടീം ടു ബീറ്റ് എന്ന് സിറ്റി എന്ന് പറയുന്നത് ശരിക്കും പെപ്പിന്റെ കീഴിലുള്ള ഒരു അഡ്രസ്സാണ് അവരുടേത്. അതങ്ങനെ തന്നെ നിൽക്കണം എന്ന്. കാരണം ഒരു പുതിയൊരു ടീം സിറ്റിയെ ബ്രേക്ക് ത്രൂ ചെയ്ത് വരുമ്പോൾ ആ ഒരു പെപ്പിന്റെ ടീമിനെ തന്നെ അത് തകർത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രീമിയർ ലീഗിന്റെ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. പെപ് ഗാർഡിയോള പോയതിന് ശേഷം പിന്നെ സിറ്റിയെ തകർത്ത് മറ്റൊരാൾ ചാമ്പ്യനായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു ആധിപത്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് അത്ര ഒരു ഇച്ചിരി ഭംഗിയോറുണ്ടാവും. പക്ഷെ ഇതിപ്പോൾ പെപ് ഗാർഡിയോള തന്നെ നിൽക്കുന്നു സ്റ്റിൽ ദ ടീം ടു ബീറ്റ് ഈസ് പെപ്സ് മാഞ്ചസ്റ്റർ സിറ്റി. സോ അദ്ദേഹത്തിന്റെ സ്റ്റേ എന്തായാലും അത്യാവശ്യം നല്ലൊരു ന്യൂസ് തന്നെയാണ്. ഇപ്പൊ എന്തായാലും സിറ്റിക്കെതിരെയുള്ള വിധിയൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ, 115 ചാർജസിന്റെ വിധിയൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. സോ അതിനു മുമ്പേ ഇദ്ദേഹം ക്ലബ്ബുമായിട്ട് വേറെ പിരിയാൻ പോകുന്നു എന്നൊക്കെയാണ് ചില ഫാൻസൊക്കെ ആരോപിച്ചിരുന്നത്. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന്റെ ക്ലബിൽ വിശ്വാസമർപ്പിച്ച് നിലനിൽക്കുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു ഡിസിഷൻ, പെപ് ഗാർഡിയോളയുടെ ഈ ഒരു ഡിസിഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. സോ അതേപോലെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിന്റെ ഗ്രോയിങ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. ആൻഡ് അതേപോലെ നിങ്ങൾ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ ചാനലിന് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് തന്നെയാണ്. സോ നമുക്ക് ബെറ്റർ ആയിട്ട് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് സൈഡ് ലൈൻ ഫുട്ബോളിനെ റീച്ച് ചെയ്യാൻ കഴിയും. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.